ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുക്കുറ്റിയാണ്. അതായത് ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ നട്ടു വളർത്തിയതല്ല, ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഒരുപാടുണ്ട് എല്ലായിടത്തും. ഇതിനെക്കുറിച്ച് വലിയൊരു ഇതില്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ്റെ പെങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിയില്ല കേട്ടോ. ഇത് ഷുഗർ, പിന്നെ ഉദര രോഗങ്ങൾക്ക്, പിന്നെ നമ്മൾ പ്രസവാനന്തര ചികിത്സയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണിത്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്നും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ മാമി വന്നപ്പോഴാണ് മാമി ഇങ്ങനെ പറഞ്ഞ് ഇത് നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ്, ഷുഗറൊക്കെ മാറാനും അതുപോലെ കൊളസ്ട്രോൾ അങ്ങനെ ഇതൊക്കെ ഉദര രോഗങ്ങൾക്കും, പിന്നെ നമ്മുടെ രക്തപ്പോക്കൊക്കെ ഉണ്ടല്ലേ, പീരീഡ്സ് സമയത്ത് ബ്ലഡ് അധികമായിട്ട് പോകുന്നെങ്കിൽ അതിനൊക്കെ ഇത് കുറുക്കി കഴിക്കുക. അരിമാവും കരിപ്പെട്ടിയും ഇതും അരച്ചെടുത്ത് കഴിക്കാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ കഫക്കെട്ട് മാറാനും ഇത് നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുകൊണ്ടൊരു ഒരു വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ കാണും. ഇവിടെ ഇതിപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഇത് ഒരുപാടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലുള്ളവർ ഇതിൽ വെള്ളം നല്ല രാവിലെ വെറും വയറ്റിൽ കുടിക്കുക, ഷുഗർ മാറാനും കഫക്കെട്ട് മാറാനും. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കുടിക്കാൻ പോവുകയാണ്. എനിക്ക് പനിയാണ്, അപ്പോൾ എനിക്ക് കഫക്കെട്ടുമുണ്ട്. അപ്പോൾ ഞാനിത് കുടിക്കാൻ പോവുകയാണ്. നമുക്ക് കാണാം. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകി, അതായത് വേരെയുള്ള മണ്ണൊക്കെ നല്ലപോലെ കഴുകി കളഞ്ഞിട്ട് നല്ലപോലെ കഴുകണം. വേരോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് തിളപ്പിക്കാനുള്ളത്. വേരോട് കൂടി തന്നെ തിളപ്പിക്കാനാണ് പോകുന്നത് കേട്ടോ. നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ഇത്രയില്ലേ, ഇതിനിപ്പോൾ ഇപ്പോൾ നമ്മുടെ അത്യാവശ്യത്തിനൊരു 2 ഗ്ലാസ് വെള്ളം മതിയാകും. അല്ലേ, ഗ്ലാസ് ഒരു ഈ ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് വെള്ളം മതി. ഈ ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് വെള്ളം നമ്മുടെ ആവശ്യത്തിന്. ഞാനിപ്പോൾ ഇതിൽ 1 ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു പകുതി ഗ്ലാസ് വെള്ളവും കൂടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചേക്കുന്നത് നല്ലപോലെ തിളച്ചിട്ട് ചെറു ചൂടോടെ നമ്മൾ വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന ടൈമിലൊക്കെ, ഞാനൊക്കെ മോളെ പ്രസവിച്ച് കിടക്കുന്ന ടൈമിലൊക്കെ അന്ന് അച്ചാമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാമ്മയൊക്കെ ഇത് കുറുക്കുണ്ടാക്കി തന്നു. ഇതിൻ്റെ ഇലയും നമ്മുടെ അരിമാവും, ഇതിൻ്റെ ഇല നല്ലപോലെ അരച്ച് അരിമാവും കൂടെ മിക്സ് ചെയ്ത്, കരിപ്പെട്ടിയിലാണ് കേട്ടോ. ശർക്കരയിലും ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ എനിക്കൊന്ന് പ്രസവിച്ചിടുന്ന സമയത്തൊക്കെ കരിപ്പെട്ടിയും കൂടെ ചേർത്ത് കുറുക്കി, നമ്മൾ പ്രസവിച്ചിടുന്ന ടൈമിൽ നമ്മുടെ വേദ പിടിക്കുമല്ലോ, വേദ പിടിച്ച്, അതായത് ചൂടുവെള്ളം വെച്ചിട്ടുള്ള വേദൊക്കെ മരുന്നുകൾ, ഒരുപാട് പച്ചമരുന്നുകളൊക്കെ ഇട്ട വെള്ളം കൊണ്ട് നമ്മൾ വേദ പിടിച്ച് കഴിഞ്ഞ ശേഷം വന്നിട്ടാണ് നമ്മളിത് ഓരോ കുറുക്കും കഴിക്കുന്നത്. ഇതിന് മുക്കുറ്റിയെന്നും പറയും, തീണ്ടാഴിയെന്നും പറയും. ഇതിന് അങ്ങനെ ഒരു പേരുണ്ട്. മുക്കുറ്റി, നിലപ്പന, തീണ്ടാഴി, അങ്ങനെയുള്ള പേരുകളിൽ ഇത് അറിയപ്പെടും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ അറിയപ്പെടുന്ന പേരുകൾ നിങ്ങൾക്ക് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഇത് എനിക്കും, ഞാൻ എൻ്റെ മാമിയുടെ കയ്യിൽ അമ്മാമ്മയുടെ കയ്യിൽ അവരിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് മുക്കുറ്റിയാണെന്ന് അറിയാം, ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ നട്ടതല്ല, ഇത് തനിയേ ഇങ്ങനെ പൊടിച്ച് വന്നതാണ്. ഇത് പറമ്പുകളിലും എല്ലായിടത്തും ഇത് മിക്ക സ്ഥലങ്ങളിലും ഇതുണ്ടാവും, പക്ഷേ ആരും ഇതത്ര മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത്
എനിക്കിപ്പോൾ ചെറിയ പനിയുണ്ട്, അപ്പോൾ സൗണ്ടിൽ വ്യത്യാസങ്ങൾ വരാൻ നിങ്ങൾ ക്ഷമിക്കുക കൂട്ടുകാരെ. അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ്, ഇതിൽ എഡിറ്റിങ്ങും അങ്ങനെയൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എനിക്കിത് എഡിറ്റ് ചെയ്ത് തരാൻ അങ്ങനെയൊന്നും ആരുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. എന്താ നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച് അതിൻ്റെ ഇലയൊക്കെ നല്ലപോലെ അതിലോട്ടായി ഇങ്ങനെ വറ്റി. ഇനിയും എനിക്കറിയാമെന്നുള്ള ഇതുപോലെ തന്നെ വേറെയും ഉണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ കുടുംബ വീട്ടിലുണ്ട്, ഗരുഡക്കൊടി എന്ന് പറയുന്നത്. അതും ഇതുപോലെയാണ്. അച്ചാമ്മയ്ക്കുള്ള സമയത്ത് ഇത് പാമ്പൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയെ രക്താണലി കടിച്ച സമയത്ത്, അപ്പോൾ അമ്മ ഇങ്ങനെ കടിച്ചോറിനെ കരഞ്ഞ് വിളിച്ച് വന്നപ്പോൾ, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും കുടുംബ വീട്ടിൽ ഗരുഡക്കൊടിയുണ്ട്. അത് ഒരുപാട് വിഷങ്ങൾക്കൊക്കെ നല്ല ഇതാണ്. തേള് കടിച്ചാൽ അച്ചാമ്മയൊക്കെ അരച്ചിടുന്നത് കാണാം. അതുപോലെ ഈ അമ്മയെ പാമ്പ് കടിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ അച്ചാമ്മ അത് വണ്ടിയൊക്കെ വിളിക്കുന്ന സമയത്ത് തന്നെ അത് അരച്ച് അമ്മയുടെ കുറച്ച് അമ്മയ്ക്ക് കുടിക്കാനും കൊടുത്ത് കുറച്ച് തലയിൽ ഉച്ചിയിൽ ഇങ്ങനെ തേക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു പരിധി വരെ പണ്ട് വിഷത്തിന് നല്ലതാണ് ഗരുഡക്കൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വേണം. ഈ എന്തെങ്കിലും ഇഴജന്തുക്കൾ പാമ്പ് തേള് ഇങ്ങനെയൊക്കെ കടിക്കുന്നതൊക്കെ സമയത്ത് ഇതൊക്കെ ഒന്ന് ഉള്ളിൽ കൊടുത്ത് ആ വിഷം കുറയാൻ നല്ലതാണെന്നാണ് പറയുന്നത്. അച്ചാമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരുന്നു, ഇതുപോലെയുള്ള മരുന്നുകളെക്കുറിച്ചും എല്ലാം ഒരുപാട് കാര്യങ്ങൾ അറിയായിരുന്നു. പിന്നെ വേറെ ഒരുപാട് നമ്മുടെ ഞവരയില കണലിൽ, അതായത് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു 3 മാസം 2 മാസമൊക്കെ ആയ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടോ അല്ലെങ്കിൽ 1 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഞവരയില ഉണ്ടല്ലോ, പനിക്കൂർക്ക എന്ന് പറയും, അത് കുഞ്ഞുങ്ങൾക്ക് കണലിൽ ഈ ഞവരയില ചുട്ടെടുത്ത് അത് ഒരു ഇളം ചൂടിൽ ഉച്ചിയിലും ഒഴിക്കുക, കുഞ്ഞുങ്ങൾക്ക് ഉള്ളിൽ സ്പൂൺ കൊണ്ട് ഉള്ളിലും കൊടുക്കുക. അതും നല്ലതാണ് കേട്ടോ കഫക്കെട്ടിനൊക്കെ. അപ്പോൾ ഗെയ്സ്, മുക്കുറ്റി ഇട്ട് തിളപ്പിച്ചേറ്റിയ വെള്ളം റെഡി. ഇനി ഇപ്പോൾ കുറച്ച് നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ഇളം ചൂടായിട്ട് കുടിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ എന്നെക്കാളും കുറച്ച് മുതിർന്നവരോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷവും ഭാഗ്യമാണ് കേട്ടോ. കാരണം ഒരാൾക്കെങ്കിലും ഷുഗറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതിനേക്കാളും അറിവ് കാണുമായിരിക്കും. എന്നാലും അറിയാത്തവർ ആരെങ്കിലും കാണും. അപ്പോൾ ഇതൊരു അവർക്കായിട്ടുള്ളൊരു കുഞ്ഞ് അറിവായി കാണട്ടെ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വീഡിയോ കാണുക. ഇതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരെ. ബൈ.